വീണ്ടും അമേരിക്കയിൽ ഇന്ത്യക്കാർ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുകളും കോളുകളും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് ഒരു മാസ് ഡീപ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും ഇവിടുന്ന് തിരിച്ചയക്കാനുള്ള ഒരു നടപടിയുമായിട്ട് ട്രംപ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ വീക്ഷിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്മൾ അമേരിക്കനെ അനുകൂലിച്ച് പറയുന്ന പോലെ തോന്നും. നമ്മൾ ലോസ് ആഞ്ചൽസിൽ ഫയർ ഉണ്ടായപ്പോഴും ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നി. അപ്പോൾ നമ്മളിവിടെ നിന്ന് നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളത് സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഇവിടുത്തെ സിറ്റുവേഷൻസ്, അമേരിക്കയുടെ ആകെ ജനസംഖ്യ 33 കോടിയാണ്. ജനസംഖ്യയിൽ തന്നെ ഏകദേശം 13 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 1,30,00,000 പേര് ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. ഈ 13 മില്യൺ ആളുകളെയാണ് ഇവിടെ നിന്നും ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ട്രംപ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഡീപ്പോർട്ടേഷൻ ഇപ്പോൾ തുടങ്ങിയതല്ല. ശരിക്കും ഒബാമയുടെ കാലത്തും ബൈഡൻ്റെ കാലത്തും ഒക്കെ ഈ ഡീപ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അതിന് കുറച്ച് കൂടുതലും കുറച്ചിലുകളും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഒരുപാട് ഇത് ഹൈലൈറ്റ് ചെയ്തിരുന്നു. ഇതിനു മുമ്പ് അധികാരത്തിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഒരു ആക്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ആക്കിയിരിക്കുകയാണ്. 13 മില്യൺ ഇല്ലീഗൽ എമിഗ്രൻസിനെയാണ് അമേരിക്കയ്ക്ക് തിരിച്ചയക്കേണ്ടത്. ഇത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതായത് ഒരു വർഷം 1 മില്യൺ അയച്ചാൽ കൂടി ഏകദേശം 13 വർഷം എടുക്കും 13 മില്യൺ ആളുകളെ അയക്കാൻ വേണ്ടിയിട്ട്. അത്രയും ആ ഒരു ആളുകളെ തിരിച്ചയക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് സംശയമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇതിന് അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടിരിക്കുന്ന കുറ്റവാളികളായിട്ടുള്ള ആളുകളെയാണ് ആദ്യമായിട്ട് ഇവർ നാട് കടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലൊരു സംശയം നമുക്കുണ്ട്. കാരണം അത് കൂടാതെ ലോകത്തിന് അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊടുക്കാനായിരിക്കാം. നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവരൊന്നും ഒരിക്കലും അങ്ങനെ കുറ്റവാളികളൊന്നുമല്ല. അവർ ഇന്ത്യയിലേക്കും ഏകദേശം 104 പേരെ കയറ്റി അയച്ചു. ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ലോക്കലി ഏറ്റവും കുറ്റവാളികളെയാണ് അയക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഇന്ത്യക്കാരായിട്ടുള്ളവരെ അതിൻ്റെ കൂടെ ഇവിടുന്ന് അയച്ചു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നിലവിൽ ഏകദേശം 11,000-ഓളം പേരെ തന്നെ മെക്സിക്കോയിലേക്ക് കയറ്റി അയച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അമേരിക്കൻ ഗവൺമെൻറ് ഇതിന് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോസ്റ്റ് $315 ബില്യൺ. അത് ഒരു വലിയ എമൗണ്ടാണ് അമേരിക്കയ്ക്ക് പോലും. ഈവൻ ഇവിടുത്തെ അമേരിക്കയുടെ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും വർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എമൗണ്ടിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഇത്രയും വലിയൊരു എമൗണ്ട്. ഏറ്റവും കുറച്ചുള്ളൊരു എസ്റ്റിമേറ്റ് പ്രകാരം ആണെങ്കിൽ കൂടി $162 ബില്യൺ ഈ ഒരു ഇതിന് വരിക എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല വലിയ പ്രോജക്റ്റുകളും പോലും 2 ബില്യൺ 1 ബില്യൺ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഒരു $315 ബില്യൺ എന്ന് പറയുമ്പോൾ എത്രത്തോളം വരുമെന്നുള്ളത്. ഇത്രയും എമൗണ്ട് പോകുന്നത് മെയിനായിട്ട് ഡിറ്റൻഷൻ, അറസ്റ്റ്, ലീഗൽ പ്രോസസ്സിങ്, പിന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ള ഈ ഒരു പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ. ഇങ്ങനെ എല്ലാത്തിനും കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് വേണ്ടി വരുന്നത്. ഈ ഒരു ഫണ്ട് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഷോർട്ടേജുമാണ്. അത്രയും ഒരു ഫണ്ടെന്ന് പറഞ്ഞാൽ ഏതൊരു ഗവൺമെൻറ്റിനും വലിയൊരു ബേർഡനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എത്രത്തോളം ഏത് രൂപത്തിലാണ് ഇനി മുന്നോട്ട് പോകുക എന്ന് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ അത് വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു ഡീപ്പോർട്ടേഷൻ്റെ പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും പല സിറ്റീസിൽ, ഇപ്പോൾ കാലിഫോർണിയയിലാണെങ്കിൽ ലോസ് ആഞ്ചൽസിലൊക്കെ ഓൾമോസ്റ്റ് എവറി ഡേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ചെറിയ ഒരു സമരം ഒക്കെ നടക്കുന്നുണ്ട്. അതുകൂടാതെ ചിക്കാഗോയിൽ നടക്കുന്നുണ്ട്, ന്യൂയോർക്കിൽ നടക്കുന്നുണ്ട്, ഫ്ലോറിഡയിൽ, ടെക്സാസിൽ, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും സിറ്റീസിലും ഒക്കെ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അമേരിക്കയിൽ 65% പേരും ഈ ഡീപ്പോർട്ടേഷനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈവൻ ഇന്ത്യയിൽ നിന്ന് വന്ന് നമ്മളുൾപ്പെടെ, ഈവൻ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡീപ്പോർട്ടേഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ
കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഈ മെക്സിക്കോയിൽ നിന്ന് വരുന്നവർ പോലും ഇതിന് എതിരെ സമരം ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ മെക്സിക്കോയിൽ നിന്നുള്ളവർ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു കാഴ്ചപ്പാടല്ല, അല്ലെങ്കിൽ ഒരു കാഴ്ചയല്ല നമ്മളിവിടെ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്നവർ ഒരുപാട് കൂടിക്കഴിയുമ്പോൾ, ഒരുപാട് പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പല രീതിയിലാണ് അമേരിക്കയിലേക്ക് വരുന്നത് ലീഗലായിട്ട്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ഒക്കെ വരുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ഇല്ലീഗൽ എമിഗ്രൻസ് വരുമ്പോഴുണ്ടാകുന്നത്. അവരെ നമുക്ക് ഒരു പരിധിവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം വർഷങ്ങളായിട്ട് ഏകദേശം 1948 മുതൽ ഇവിടെ ഒരു അസൈലം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ കൊടിയ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒക്കെ ഇരയായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ഇവരൊരു പ്രൊട്ടക്ഷൻ നൽകും. ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് പ്രത്യേക തരത്തിലുള്ളൊരു വിഭാഗത്തിന് എതിരെയുള്ള പീഡനമോ അതല്ലെങ്കിൽ വേട്ടയാടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും വളരെ മാനുഷികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ അസൈലം എന്ന് പറയുന്നൊരു ഫോം ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് കൊടുക്കും. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് പിന്നീട് ഇവിടെ ജോലി ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടും, ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടും, ഇവിടുത്തെ സോഷ്യൽ സർവീസസിലൊക്കെ പങ്കാളികളാകാം. അതുകൂടാതെ ഇവർക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇവർക്ക് ഇവരുടെ സ്പൗസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. മക്കളെ 21 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അതായത് നമ്മളിവിടെ ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് ഉള്ളതുപോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇങ്ങനെ വെറുതെ വരുന്ന ആളുകൾക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയമമുണ്ട് ഇവിടെ. 1948 മുതൽ അതിവിടെ ഉള്ളതാണ്. ഇത് കൊടുക്കുന്നത് ഈ വരുന്ന ആളുകൾക്ക് ഒന്നുകിൽ അൺഏബിൾ ടു ഗോ ബാക്ക് ടു ദെയർ ഹോം കൺട്രി, അല്ലെങ്കിൽ അൺവില്ലിങ് ടു ഗോ. അവർക്ക് ഒന്നുകിൽ പോകാൻ കഴിയാതിരിക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് പോകാൻ തോന്നാതിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നൊരു പ്രൊട്ടക്ഷനാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതല്ലെങ്കിൽ പ്രത്യേക ഒരു മതത്തിൽപ്പെട്ടവർക്കൊരു പീഡനം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ പ്രത്യേക രാജ്യക്കാർക്ക് എന്തെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ കാര്യം ഇവിടെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ അസൈലം കിട്ടും. അസൈലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ US പൗരൻ വരെ ആവാനുള്ള ഒരു സാധ്യതയിലേക്കാണ് അവർ പിന്നീട് മാറുന്നത്. അപ്പോൾ അമേരിക്കയിൽ വന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ അസൈലം കിട്ടാൻ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും അമേരിക്കയിൽ കടക്കണം. അപ്പോൾ അമേരിക്കയിൽ കടക്കണമെങ്കിൽ അമേരിക്കയുടെ സൗത്ത് ബോർഡർ പിന്നെ നോർത്ത് ബോർഡർ, ഈ 2 ബോർഡറിൽ മാത്രമാണ് കരമാർഗം 2 രാജ്യങ്ങളുള്ളൂ, അതിർത്തി പങ്കിടുന്ന കരമാർഗം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുള്ളൂ. ഈസ്റ്റ് ബോർഡർ കംപ്ലീറ്റ് സീ ആണ്, അറ്റ്ലാന്റിക് ഓഷ്യനാണ്. വെസ്റ്റ് ബോർഡർ കംപ്ലീറ്റ് പസഫിക് ഓഷ്യനാണ്. അപ്പോൾ നോർത്തിൽ കാനഡയാണ് കംപ്ലീറ്റ് ബോർഡർ അതിർത്തി പങ്കിടുന്നത്. അപ്പം കാനഡയിൽ നിന്ന് അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളുള്ളതുകൊണ്ട് അധികം ആളുകൾ വരുന്നില്ല അമേരിക്കയിലേക്ക്, അതായത് ഇല്ലീഗലായിട്ട് വരുന്നില്ല. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷേ അധികം വരുന്നില്ല. തന്നെയല്ല, കാനഡയ്ക്ക് വേറെ അമേരിക്ക അല്ലാതെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളില്ല. പക്ഷെ നേരെ മറിച്ച് സൗത്ത് ബോർഡറിൽ മെക്സിക്കോ അതിർത്തി പങ്കിടുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുമ്പം 2000 മൈലുണ്ട്. അതായത് ഏകദേശം 3200ഓളം കിലോമീറ്റർ അമേരിക്കയ്ക്ക് മെക്സിക്കോയായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാശ്മീർ പോകുന്ന വരെ ദൂരത്തിൻ്റെ അത്രയും വരും. അത്രയും ദൂരത്തിലാണ് ഇവിടുത്തെ ബോർഡർ ഉള്ളത്. അപ്പോൾ ഇവർക്ക് സാധ്യമല്ല ഈ ആളുകൾ കടക്കുന്നത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആളുകൾക്ക് ഈ അതിർത്തി വഴി കടന്നു വരുന്ന ആളുകളെ സ്റ്റോപ്പ് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ വളരെ നമുക്ക് അത്ഭുതം തോന്നും അല്ലേ? നമ്മുടെ ബോർഡറിലൊക്കെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് കടത്തിവിടാൻ പറ്റില്ല അവിടെ നിന്നൊരു രാജ്യക്കാർ വന്നു കഴിഞ്ഞാൽ. ഇവർക്ക് അവരെ തടയാൻ പറ്റില്ല. ഓൺലി തിങ് അവർക്ക് ഈ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന ആളുകളെ
അറസ്റ്റ് ചെയ്യാൻ മാത്രമേ ഇവർക്ക് നിയമമുള്ളൂ. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നേരെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. ഇവിടെ അടുത്താണെങ്കിൽ സാന്റിയാഗോയിൽ ഒരു ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് ഒരു 72 hours കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പുറത്തേക്ക് വിടും. അതിൻ്റെ ഇടയിൽ എന്തോ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കും. അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇവരെ വിടും. ആ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ അസൈലം ഇവർക്ക് അസൈലം പ്രൊസീഡ് ചെയ്യാം. അസൈലം പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വർക്കിലേക്കും ബാക്കി ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ നഴ്സിങ്ങും ഒക്കെ പഠിച്ച് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന എല്ലാവിധ കാര്യങ്ങളും ഇവർക്ക് ഒരു പരിധി വരെ ഏർപ്പെടാൻ പറ്റും. പിന്നീട് ഇവർക്ക് US സിറ്റിസൺ വരെ ആവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും ഈസി ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ ഈ അസൈലം സീക്ക് ചെയ്ത് വന്ന് അങ്ങനെ വരുന്നവരുണ്ട്. അപ്പോൾ ചൈനക്കാർ വരുന്ന വഴി നമ്മളൊക്കെ ഞെട്ടിപ്പോവും. അതായത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങോട്ട് വരുന്നത് തീരെ പാവപ്പെട്ടവരല്ല. അവർക്കൊന്നും ഒരിക്കലും വരാൻ കഴിയില്ല. കാരണം ഇവർ വരുന്നത് ഇല്ലീഗലായിട്ടുള്ള രീതിയിലാണെങ്കിലും ഇവർ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എബോവ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ നല്ല പണം മുടക്കിയാണ് ഇന്ത്യയിൽ നിന്നും അതുകൂടാതെ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് എത്തുന്നത്. ചൈനയിൽ നിന്നുള്ള ആളുകളൊക്കെ വരുന്നത് ആദ്യം അവിടെ നിന്നും തായ്ലൻഡ് വരും, തായ്ലൻഡിൽ നിന്ന് മൊറോക്കോ പോവും, അവിടെ നിന്ന് എക്വഡോർ പോവും, അവിടെ നിന്ന് കൊളംബിയ വരും, അവിടെ നിന്ന് പനാമ വരും, അവിടെ നിന്ന് കോസ്റ്ററിക്ക വരും, അവിടെ നിന്ന് നിക്കരാഗ വരും, അവിടെ നിന്ന് മെക്സിക്കോ വരും. ഈ മെക്സിക്കോയിൽ എത്തിയാലാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ മെക്സിക്കോയിൽ എത്താൻ ഇപ്പോൾ ചൈനക്കാർ ഈ വഴി യൂസ് ചെയ്യാറുണ്ട്, വേറെ പല വഴികളും യൂസ് ചെയ്യാറുണ്ട്. നേരിട്ട് മെക്സിക്കോയ്ക്ക് വരുന്നവരുണ്ടാകും, നേരിട്ട് എക്വഡോറിന് വരുന്നവരുണ്ടാവും, നേരിട്ട് ഒരു കൊളംബിയയ്ക്ക് വരുന്നവരുണ്ട്. കാരണം പല രാജ്യങ്ങൾക്കും കൊളംബിയ ഫ്രീ വിസയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളിലൂടെയാണ് അവസാനം ഇവർ മെക്സിക്കോയിലെത്തുന്നത്. മെക്സിക്കോയിലെത്തിയാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെക്സിക്കോയിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ നമ്മൾ ഈ പറഞ്ഞ കാലിഫോർണിയയുടെ ഒരു സൗത്ത് പോർഷനിലും മെക്സിക്കോയുടെ ബോർഡറുണ്ട്, അതുകൂടാതെ അരിസോണയുടെ സൈഡിലുണ്ട്, ടെക്സസിൻ്റെ സൈഡിലുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയയിൽ ഈ ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്ന ഒരുപാട് സ്ഥലത്തൂടെ ആളുകൾക്ക് ഇങ്ങനെ അനധികൃതമായിട്ട് കയറാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെ എല്ലാം ഈ പറയുന്ന പോലെ മതിലുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതൊക്കെ ക്രോസ് ചെയ്യാനുള്ള ഒന്നുകിൽ മതിലുകൾ പൊളിച്ചിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതിൽ കടന്നു വരും, അതല്ലെങ്കിൽ മതിൽ മേളിൽ കൂടെ ക്രോസ് ചെയ്ത് വരും. പല ടൈപ്പ് മതിലുകളുണ്ട്, ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റിയതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ വേറൊരു സാഹചര്യം ഇവിടെയുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സ്ഥലങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും പല സ്ഥാപനങ്ങളിലും ഒരുപാട് കസ്റ്റമേഴ്സ് കുറവാണ്. കാരണം ഈ അറസ്റ്റ് ഭയന്ന് ഒരുപാട് ആളുകൾ പുറത്തിറങ്ങാത്തതുണ്ട്. നമ്മൾക്കൊന്നും പ്രശ്നമില്ല കേട്ടോ, നമ്മളൊക്കെ സാധാരണ ലൈഫ് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇങ്ങനെ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ഇന്ത്യക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പം കൂടുതലും ഈ സെൻട്രൽ അമേരിക്ക, അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക, പിന്നെ മെക്സിക്കോ, ഇവിടെ നിന്നൊക്കെ വരുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കമ്പയർ ടു ഇവിടുത്തെ ആ ഒരു ഇല്ലീഗൽ എമിഗ്രൻസിൻ്റെ നമ്പർ നോക്കുമ്പോൾ ഇന്ത്യക്കാരെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ് ഈ പറയുന്ന സൗത്ത് അമേരിക്കൻ, സെൻട്രൽ അമേരിക്കൻ കൺട്രീസിൽ നിന്നുള്ള ആളുകൾ. അവരാണ് ഇവിടെ കൂടുതലും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയല്ല അവർ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും റെസ്റ്റോറൻറ്റ്സിലും ഇങ്ങനെയുള്ളിടത്തിലൊക്കെ കുറവാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും ന്യൂയോർക്കിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നത്. അത്ര തിരക്കുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ നമുക്ക് ദുബായിൽ ദേറ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ കുറവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അറസ്റ്റ് ഭയന്നിട്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അസൈലം റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ കിട്ടിയ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 മുതലുള്ള കണക്ക് നമ്മുടെ കയ്യിലില്ല. 2023 അഫ്ഗാനിസ്ഥാന്, ചൈന, വെനിസ്വേല ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അസൈലം കിട്ടിയത്. 2022 ചൈന, വെനിസ്വേല, അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഓർഡറിലാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ചൈനക്കാരാണ് ഈ 2018 മുതൽ 2021 വരെ ഏറ്റവും കൂടുതൽ അസൈലം കിട്ടി ഇവിടെ നിൽക്കുന്ന ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കാലിഫോർണിയയിലൊക്കെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരുപാട് ഈ ചൈനക്കാരുണ്ട്. ചൈന അതല്ലെങ്കിൽ ഏഷ്യൻസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏഷ്യൻസ് എന്ന് പറയുമ്പോൾ ചൈന, ജപ്പാൻ, അതുപോലെ തന്നെ തായ്ലൻഡ്, തായ്വാൻ ഇങ്ങനെയുള്ള എല്ലാ തായ്ലൻഡ് വരുമെന്ന് എനിക്ക് സംശയമുണ്ട്, തായ്വാൻ ഇതൊക്കെ വരും.
അപ്പം അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു കാലയളവിൽ വന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ കണക്ക് കുറവാണ് ഈ അസൈലം കിട്ടിയവരിൽ. അപ്പോൾ ഈ അസൈലം കിട്ടാത്തവരും ഒരുപക്ഷെ ഈ പറയുന്ന ഇല്ലീഗൽ എമിഗ്രൻസിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. അസൈലം കിട്ടിയവർ പിന്നെ നോർമൽ രീതിയിലേക്ക് വരുവാണല്ലോ. ഇത് കൂടാതെ ഒരുപാട് പേർക്ക് അസൈലം കിട്ടിയത് എൽ സാൽവഡോർ, ഗ്വാട്ടിമാല, പിന്നെ ഇന്ത്യ, ഹോണ്ടുറാസ്, മെക്സിക്കോ, നേപ്പാൾ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, മ്യാൻമാർ, ഉക്രൈൻ, ഈജിപ്റ്റ്, സിറിയ, തുർക്കി, ഇത്രയും രാജ്യങ്ങൾക്കാണ് പിന്നെ അത് കൂടാതെ അസൈലം കിട്ടിയിരിക്കുന്നത്. അതിൽ വരുമ്പോൾ ഒന്നാമത് എൽ സാൽവഡോറാണ്. എൽ സാൽവഡോർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ സെൻട്രൽ അമേരിക്കയിൽ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ മർഡർ റേറ്റിംഗ് ഉള്ള ഒരു രാജ്യമാണ് വേൾഡിൽ എൽ സാൽവഡോർ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സ്ത്രീകളെയൊക്കെ ഒരുപാട് കൊല്ലുകയൊക്കെ ചെയ്യുന്ന രാജ്യമാണ്. അപ്പം അവിടെയൊക്കെ ഈ പറയുന്ന ഈ ഡ്രഗ് മാഫിയയും ഇങ്ങനെയുള്ള മാഫിയകളാണ് മൊത്തത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകൾക്കാണ് അസൈലം കൂടുതൽ കിട്ടാനുള്ള പ്രിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ അസൈലം കിട്ടിയില്ല എങ്കിൽ വിത്ത് ഹോൾഡിംഗ് ഓഫ് റിമൂവൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇവർ ഗ്രാൻഡ് ചെയ്യും. ഇനി അതും കിട്ടിയില്ല എങ്കിൽ കൺവെൻഷൻ എഗൻസ്റ്റ് ടോർച്ചർ എന്ന് പറയുന്ന ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള കുറേ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഇത് കിട്ടുന്നവർക്കും ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അമേരിക്കയിലുള്ളവർ പുറത്തുപോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവർ താമസിക്കുന്നത് മെക്സിക്കോയിലാണ്. മോർ ദാൻ 1 മില്യൺ ആളുകൾ ഈ മെക്സിക്കോയിൽ താമസിക്കുന്നുണ്ട്, അമേരിക്കക്കാരായിട്ടുള്ളവർ. അതുകൂടാതെ ഇവർ പോകുന്നത് UK, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇവർ കൂടുതലും പോകുന്നത്. പക്ഷേ അങ്ങോട്ടേക്കുള്ള ആളുകളൊക്കെ മേ ബി ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം ആളുകളൊക്കെയാണ് ഈ പറയുന്ന രാജ്യങ്ങളിൽ ഓരോ രാജ്യങ്ങളിലുമായിട്ട് പോകുന്നുണ്ടാവുള്ളൂ. പക്ഷേ മെക്സിക്കോയിൽ ഒരു മില്യൺ, അതായത് 10 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് മെക്സിക്കോയിലേക്ക് അമേരിക്കൻസ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ഇല്ലീഗൽ എമിഗ്രൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ എമിഗ്രൻസ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിൽ 20 മില്യൺ ആളുകൾ, ഏകദേശം 2 കോടിയോളം ബംഗ്ലാദേശി പൗരന്മാർ ഇല്ലീഗലായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് 2014 വരെയുള്ള കണക്ക് പ്രകാരം അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ളവർ ഏകദേശം 1.2 മില്യൺ ആളുകൾ 2014 കണക്ക് പ്രകാരം ബംഗ്ലാദേശിൽ ഇല്ലീഗലായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇല്ലീഗൽ മൈഗ്രേഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. അതായത് മൈഗ്രൻസ്, ഈ ബോർഡർ ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്ത ഇമിഗ്രൻസിനെയാണ് ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വിസ ഓവർസ്റ്റേ ചെയ്ത ആളുകളെ, അതുകൂടാതെ ഇവിടെ ഒരു ടെമ്പററി വിസ കിട്ടി, ഒരു ബിസിനസ് വിസയോ ടൂറിസ്റ്റ് വിസയോ ഒക്കെ കിട്ടിയിട്ട് അവർക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ആ വിസ റെഗുലേഷൻസ് വയലേറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടവർ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ഡീപ്പോർട്ട് ചെയ്യുന്ന ലിസ്റ്റിൽ വരുന്നവർ. നമുക്ക് അടുത്ത സംശയമായിരിക്കും, നമുക്ക് ഈ പോയവർക്ക് ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തവർ കാലാകാലം ഇനി ഒരിക്കലും അമേരിക്ക കാണാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയില്ല. സാധാരണ ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ റീസണിൽ വരുന്നവർക്ക് ഒരു ആഫ്റ്റർ 5 ഇയേഴ്സ് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ വരാനായിട്ട്. അതുകൂടാതെ 5 ഇയേഴ്സ് കഴിഞ്ഞാൽ ചിലർക്ക് 10 വർഷം കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അവരുടെ ആ ഒരു ഇവിടെ വന്നിട്ട് അവർ ഏത് രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു ഇല്ലീഗലായിട്ട് നിന്നെന്നുള്ള സ്റ്റാറ്റസിനനുസരിച്ച് 5 ഇയേഴ്സ്, 10 ഇയേഴ്സ്. ഇനി ഇതിൽ കൂടുതൽ ഭയങ്കര കുറ്റവാളികളായിട്ടുള്ള ആളുകളാണ് ഇവിടുന്ന് പുറത്താക്കപ്പെട്ടത് എങ്കിൽ അവർക്ക് ഈവൻ 20 ഇയേഴ്സ് കഴിഞ്ഞാലും അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഇവിടെ പൂർണ്ണമായിട്ടും ഇത് അടച്ചു കളഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇവിടെയുള്ളത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു നിയമമാണ്. അതിനെതിരെ അതും ഇവിടെ എടുത്തു കളയാൻ പോകണമെന്നുള്ള ട്രംപ് സർക്കാരിൻ്റെ ഒരു ഭേദഗതി വന്നായിരുന്നു. അപ്പോൾ അതും ഇപ്പം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ അതിന് പ്രശ്നമൊന്നുമില്ല. ആ ഒരു നിയമം 1868 മുതൽ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഏകദേശം 150 വർഷത്തിന് മുകളിലായിട്ടുള്ളൊരു സിറ്റിസൺഷിപ്പാണ്. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ ഒരു പൗരത്വമില്ലാതെ ഇവിടെ ഇവിടെ ഈ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ മാസം തോറും അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് നമ്മൾ ഇത്രയും നേരം പറയുന്ന ആ ഒരു ബോർഡർ വഴി വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് ആ ബോർഡർ വഴി ക്രോസ് ചെയ്ത് ഇവിടെ എത്തി ഇവിടെ
ഒരു ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി ആയി കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ അമേരിക്കൻ പൗരനാണ്. ഓൾ പീപ്പിൾ ബോൺ ഇൻ ദ US ആർ US സിറ്റീസൺ എന്നാണ് ഇവിടുത്തെ സുപ്രീം കോർട്ടിൻ്റെ 14th അമെൻമെൻറ്റ് പ്രകാരമുള്ള നിയമം. അപ്പോൾ 1868 മുതലുള്ളൊരു നിയമമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. അത്രയും ഈസിയാണ് ഈ ഒരു രാജ്യം. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഈ രാജ്യത്തിനോട് നമുക്ക് ഒരുപാട് സ്നേഹം തോന്നും. കാരണം ഇവിടുത്തെ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ്, ഇവിടുത്തെ ആ ഒരു ആളുകളോടുള്ള നിയമത്തിനുള്ളൊരു വില, നിയമം ആളുകൾ അനുസരിക്കുന്ന ആ ഒരു മാതൃക, ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം, സ്നേഹം തോന്നും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ എല്ലാവരും കൂടുതലും എപ്പോഴും പറയപ്പെടുന്നത് ആ നിയമത്തിൻ്റെ ആ ഒരു സംരക്ഷണവും സപ്പോർട്ടും ജനങ്ങൾ കൊടുക്കുന്ന വിലയും ഇവിടുത്തെ അധികാരികൾ കൊടുക്കുന്ന വിലയും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലെത്തി ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ അവൻ US സിറ്റിസനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്ന് ഇവിടെ ഡെലിവറി ചെയ്ത് നാട്ടിൽ പോകുന്നു. പിന്നെ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ വീണ്ടും ടൂറിസ്റ്റ് വിസയിൽ, ആ വിസയിൽ ഇവിടെ വന്ന് വീണ്ടും ഇവിടെ ഡെലിവറി ചെയ്യുന്നു, തിരിച്ച് നാട്ടിൽ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഡെലിവറി ടൂറിസം അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഏത് വിധേനയും അമേരിക്കയിൽ വന്നിട്ട് സെറ്റിലാവാനും അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വം കിട്ടാനും അല്ലെങ്കിൽ അമേരിക്കയിൽ ജീവിക്കാനുമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിച്ചവരാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളേക്കാണ് ഇവിടുന്ന് അയച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ക്രിമിനൽസിലായിട്ടുള്ളവർ മാത്രമല്ല അയച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇല്ലീഗലായിട്ടുള്ള എമിഗ്രൻസിനെയാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രബിൾ മേക്കേഴ്സിനെയാണ് ആദ്യം അയക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വരുന്നവരൊന്നും അങ്ങനെ ട്രബിൾ മേക്കേഴ്സൊന്നും അല്ല, ഇല്ലീഗൽ എമിഗ്രൻസാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഇല്ലീഗൽ എമിഗ്രൻസ് ആണെങ്കിൽ കൂടി ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരും അതുപോലെ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിന് നമുക്ക് ഈ ഇല്ലീഗലായിട്ട് വരുന്നവരെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു രാജ്യത്തേക്ക് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വേറെ രൂപത്തിൽ വന്ന് കയറി കഴിയുമ്പോൾ അത് ഇവിടുത്തെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യക്കാരൊന്നും അത്ര ക്രിമിനൽസ് അല്ല. ഇവിടെ മറ്റുള്ള ഈ സെൻട്രൽ അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളാണ്. ലേഡീസിനെ ആണെങ്കിലും സ്ത്രീ പീഡനം, അതല്ലെങ്കിൽ ഡ്രഗ് മാഫിയ, അതല്ലെങ്കിൽ കൊലപാതകം, ഇതിനൊന്നും യാതൊരു മടിയുമില്ലാത്ത വലിയ കൊടും കുറ്റവാളികളാണ് ഈ നമ്മുടെ ബോർഡർ വഴി കടന്നു വരുന്നത്. അപ്പോൾ അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭയങ്കര ഭീഷണിയായിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ആ ന്യൂസുകളൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ, ഒരുപാട് സ്ത്രീ പീഡനങ്ങൾ, ഒരുപാട് ചൈൽഡ് അബ്യൂസസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഗവൺമെൻറ്റും ആളുകളും ഒക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള സ്കൂൾ കുട്ടികളൊക്കെ പ്രതിഷേധം നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പക്ഷേ. ആ ഒരു പ്രതിഷേധം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇതുപോലെ ഇല്ലീഗലായിട്ട് വന്ന എമിഗ്രൻസിൻ്റെ മക്കൾ ഇവിടെ ജനിച്ചു കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും US പൗരന്മാരായി. അവർ സ്കൂളുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് ഇവരുടെ പേരൻസ് വീട്ടിലോ അല്ലെങ്കിൽ വേറെ ജോലി സ്ഥലത്തോ ആണെങ്കിൽ ഇവരുടെ ഓഫീസേഴ്സ് വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഭയങ്കര പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പോയിട്ട് ഈ ഒരു കുറേ കുട്ടികൾ ഡയറക്റ്റ് അതിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു സമരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഫാമിലികൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോകുന്നൊരു സിറ്റുവേഷനും ഇവിടെയുണ്ട്. നമുക്കറിയാലോ, ഇപ്പം നമ്മൾ ഭാര്യയും മക്കളുമായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്നു, കുട്ടികളൊക്കെ ഇത്തിരി വലുതായി ജീവിച്ചു പോകുന്നു. നമ്മളൊരു ദിവസം പെട്ടെന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മക്കൾ തന്നെ ആയിക്കഴിഞ്ഞാൽ അത് വലിയൊരു സങ്കടമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് അത് മാനുഷികമായിട്ട് നമുക്കത് ഒരു പ്രശ്നവും ബുദ്ധിമുട്ടുമാണ് എങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഒരു നിയമവ്യവസ്ഥയും ഒക്കെ വച്ച് നോക്കുമ്പോൾ അതിൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഇല്ലീഗലായിട്ടുള്ള എമിഗ്രൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അഭയാർത്ഥികൾ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഏതെങ്കിലും രൂപത്തിൽ പീഡനം അനുഭവിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരാനുള്ളൊരു
സാഹചര്യം ഇവർ തുറന്നിട്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് അതുകൊണ്ട് അമേരിക്കയിൽ വന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ് പല രാജ്യങ്ങളും സമ്പന്നമായിരിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഉയർന്നിരിക്കുന്നത്. ഈവൻ ചൈന പോലും 250 വർഷത്തോളമായി ചൈനക്കാർ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അമേരിക്കയുടെ ആ ഒരു ക്രിയേഷൻ്റെ സമയത്ത് ഇവിടുത്തെ പല സംഭവങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചൈനക്കാരെ ഇവിടെ കൊണ്ടുവന്നതാണ്. ചൈനയൊക്കെ ഇത്രയും ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയത് ഈ പറയുന്ന ഇത്രയും ചൈനക്കാർ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വന്ന് ഡെവലപ്ഡ് ആയതായ കൊണ്ടാണോ എന്ന് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ചൈനക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോൾ ഒരു 1960-കൾ മുതൽ ഒരു പക്ഷേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 250 വർഷം മുമ്പ് വന്ന ചൈനക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെത്രത്തോളം ആ ഒരു അറിവും അതുപോലെ തന്നെ എത്രത്തോളം സമ്പത്തും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ കേരളത്തിലിപ്പം കുറച്ച് അമേരിക്കക്കാർ ഉള്ളപ്പോൾ തന്നെ അവരുടെ ഒരു ആസ്തിയും കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നമ്മുടെ കേരളമൊന്നും ഒന്നുമല്ല. ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരിവിടെ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇതിൽ ഒരുപാട് ആളുകളുടെ ആസ്തി എത്രത്തോളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയ്ക്കുമാണ്. അപ്പം ഇത്രയും രാജ്യങ്ങളും ജനങ്ങളും ഒക്കെ ഈ അമേരിക്ക മൂലം രക്ഷപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. നമ്മൾ എപ്പോഴും അമേരിക്കയുടെ ഒരു യുദ്ധ കൊതിയൻ എന്നുള്ളൊരു മുഖം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അമേരിക്കയിൽ വന്ന് രക്ഷപ്പെടുന്ന ആളുകളുടെ സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. പിന്നെ ഒരുപാട് പേർക്ക് നമ്മൾ ഗൾഫിലും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് അമേരിക്കയിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവരുണ്ട്. പല കാരണങ്ങളുകൊണ്ട് അമേരിക്കയിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ഒരുപാട് പേർക്ക് അമേരിക്കയിലേക്ക് എങ്ങനെ വരണമെന്ന് അറിയില്ലാത്തവരാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലൊക്കെ. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അമേരിക്കയിൽ വന്നിരിക്കുന്ന ആളുകളെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒന്നും അറിയില്ലാത്ത ആളുകൾ ഈ പറയുന്ന വഴികളിലൂടെയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രയ്ക്കും നമ്പറുണ്ട് ഇവിടെ. കേരളത്തിൽ നിന്ന് വരുന്ന ഒരു 99% പേരും ഇവിടെ ലീഗലായിട്ട് വരുന്നവർ മാത്രമേ ഉള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ ഒരു ഏകദേശം ഉദ്ദേശം പറയുന്നതാണ്, ഒരു കണക്കല്ല. എനിക്ക് തോന്നുന്നു 99% പേരും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരിൽ ഒരു 99% എങ്കിലും ഭൂരിഭാഗം പേരും വരുന്നത് ഈ പറയുന്ന പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, മധ്യപ്രദേശ്. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഈ ഒരു ഒഴുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് മുതലുണ്ടെങ്കിൽ ആരും ഗൾഫിൽ പോവില്ല, എല്ലാവരും അമേരിക്കയിൽ വന്നേനെ. പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇത്രയും റിസ്ക് എടുക്കാനൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാത്തത്. അപ്പം ഒരിക്കലും അങ്ങനെ ഇല്ലീഗലായിട്ട് വരണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് വളരെ റിസ്ക്കാണ്. തന്നെയല്ല, നമ്മൾക്ക് അത്രയും റിസ്ക് എടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് നമുക്ക് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാലും അതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും ഇത്രയും റിസ്ക് എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക്. അപ്പം തീർച്ചയായിട്ടും ഇല്ലീഗൽ എമിഗ്രൻസ് ഇവിടെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വേണ്ട എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഇവരെയൊക്കെ തിരിച്ചയക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഇവരെല്ലാം തിരിച്ചയക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇന്ത്യക്കാർക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ നല്ല വാല്യൂ ആണ്, നല്ല എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. നമ്മുടെ ഇന്ത്യക്കാർ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആണ്, ഒരുപാട് ബുദ്ധിയുള്ളവരാണ്, ഒരുപാട് പഠിച്ചവരാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ ഒരുപാട് സ്ഥലത്ത് വേണം. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ഇവരുടെ ക്യാരക്ടറിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അത്യാവശ്യം പഠിച്ച് നല്ല രീതിയിൽ ജീവിച്ച് വളർന്നു വരുന്ന ആളുകളുടെ ഒരു സ്വഭാവമായിരിക്കില്ല ഇങ്ങനെ വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക്. ഇല്ലീഗലായിട്ട് വരുമ്പോൾ തന്നെ അതിൽ ഒരുപാട് പേര് പല പ്രശ്നങ്ങളുള്ള ആളുകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇടപെടുമ്പോൾ അവർ എന്താ പറയുക, നല്ല ആളുകളുടെ ഒരു വാല്യൂ ഇവിടെ കുറഞ്ഞു പോകും. അപ്പം അതൊക്കെ മറ്റുള്ള നിയമപരമായിട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. നമ്മുടെ മലയാളികൾക്കോ അതല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ ഒന്നും വേറെ ഒരു പ്രശ്നവും നിലവിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ കാലിഫോർണിയയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒന്നുമില്ല. എല്ലാവരും വളരെ സേഫാണ്, വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നാട്ടിലുള്ളവരൊന്നും ഇതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതായിട്ടുള്ള, ഇവിടെ നാട്ടിൽ നിന്നൊരു വിസ എടുത്ത് വന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല, യാതൊന്നുമില്ല. ന്യൂസിൽ കാണുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോസസ്സാണ്. എത്രയോ കാലം മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ ഡിലേ
ചെയ്ത് ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ളൂ. കാരണം ഇവരുടെ ഒരു സിറ്റുവേഷൻ അത്രയും മോശമായി. അപ്പോഴേക്കും ഇവരൊരു ആക്ഷൻ എടുത്തു എന്നുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ രാജ്യത്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളത് എടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് കുറേ ഒരു മാനുഷിക പരിഗണനകൾ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് വൈകിപ്പിക്കണത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു കണ്ടീഷൻസ് അറിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ നാട് കടത്തണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെയും ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരുടെ ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഏതൊരു അമേരിക്കയിൽ ലീഗലായിട്ട് വന്നിരിക്കുന്നവരുടെയും ഒരു ഒപ്പീനിയൻ ഇത് ഇവിടെ നിന്ന് നാട് കടത്തുന്നത് ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യക്കാർ 104 പേരെ അങ്ങോട്ട് അയച്ചത് ഈ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പം. അത് എന്തുകൊണ്ടാണ് ഈ അമേരിക്ക അങ്ങനെ വിലങ്ങയച്ച് അങ്ങോട്ട് അയച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. തന്നെയല്ല, നമ്മുടെ പ്രധാനമന്ത്രി അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഓർഡർ കൊടുത്തതും എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ആ ഒരു പെട്ടെന്നൊരു ഒരുപക്ഷെ ഗവൺമെൻറ്റിനും ഒരു കൺഫ്യൂഷൻ തോന്നി ഇങ്ങനെയൊന്നും വരുമെന്ന് ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണോ അതെയോ അത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആരും അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടോ അത് വിലങ്ങിട്ടൊക്കെ അവിടെ അവരെ കൊണ്ടുവന്നത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം അവർക്ക് ബാത്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടു. പിന്നെ ഇവിടെ കുറച്ച് രാജ്യങ്ങളും ഈ എന്താ പറയുന്നത് നമ്മുടെ ഈ ഇവിടെ നിന്നുള്ള അമേരിക്കൻ മിലിറ്ററിയുടെ വിമാനം ഇറങ്ങാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് അവരുടെ വിമാനം വിട്ട് അവരുടെ ആളുകളെ കൊണ്ടുപോവുകയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കും ഒരു പരിധിവരെ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മളോട് അതിനൊരു എതിരഭിപ്രായം ആർക്കും തോന്നരുത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇന്ത്യയിൽ അമേരിക്കൻ പൗരന്മാർ വന്ന് ഇല്ലീഗലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ ഇന്ത്യൻ ഗവൺമെൻറ് തിരിച്ചിങ്ങോട്ട് വിലങ്ങായിട്ട് വിട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അത് ഒരു മാനുഷികമായിട്ട് തോന്നിയില്ല. പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ് ഈ ചെയ്യുന്ന ഇവിടുന്ന് ഇല്ലീഗലായിട്ടുള്ളവരെ കയറ്റി അയക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലീഗലായിട്ടുള്ള നമ്മുടെ പൗരന്മാരെ നമ്മൾ അത്രയും വാല്യൂ കൊടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലൈറ്റ് വിട്ട് മുമ്പൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് ഫ്ലൈറ്റ്സൊക്കെ വിട്ടിട്ടാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നത്. ഇവിടെ കൊളംബിയ എന്ന് പറയുന്ന രാജ്യം അവരൊക്കെ അവരുടെ പൗരന്മാരെ ഒരു പ്രത്യേകിച്ച് ചാർട്ടേഡ് വിമാനത്തിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവരെ ഒന്ന് ഒരു വെൽക്കം ചെയ്യുന്ന, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അവർ ആ ഗവൺമെൻറ് കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഗവൺമെൻറ് ഒരിക്കലും നമ്മളെ അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഇന്ത്യക്കാരെ അങ്ങനെ ഒരു ചെയ്തതല്ല. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പരിചയക്കുറവ് പെട്ടെന്ന് വന്നതാവാം. അതല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ റിസീവ് ചെയ്യും എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മളും സപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിന് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇവിടുത്തെ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മാസ് ഡിപ്പോർട്ടേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ മലയാളികളും ഇന്ത്യക്കാരും വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വേറെ യാതൊരുവിധ പേടിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസും ഇല്ല. അങ്ങനെ ഇവിടെ ഒന്നും ചെയ്യുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.